ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. പൊന്നുട്ടിയുടെ സ്കൂളിൽ ഗുരുപൂർണിമ ദിനമായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ കാണാം. എങ്കിൽ വായോ. ആദ്യം ഈശ്വര പ്രാർത്ഥന പാടി പ്രോഗ്രാം ആരംഭിച്ചു. ഭഗവാൻ വേദവ്യാസന്റെ ജന്മദിനമാണ് ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നത്. മാതാപിതാ ഗുരു ദൈവം എന്നാണ് ശാസ്ത്രവിധി. മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും ആദരിക്കുന്നതിനെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിവസത്തിലെ സംസ്കൃതി പൂജ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം ഈ നടക്കുന്നത് മാതാ അമൃതാനന്ദമയിക്ക് ഗുരുപൂജയാണ് കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് മാതാപിതാക്കൾക്ക് സംസ്കൃതി പൂജ നടത്തുന്നത്. ഇവിടെ പൊന്നൂട്ടി സംസ്കൃതി പൂജ ചെയ്യുന്നത് അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമാണ് കേട്ടോ. ഇതിന് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരണം. വലിയ പ്ലേറ്റ്, അതായത് പാദം വെക്കുന്നതിന്, പിന്നെ താലം, കിണ്ടി, വിളക്ക് 2 എണ്ണം, പൂമാല 2, ടവല് 1, അതായത് പാദം തുടയ്ക്കുന്നതിന് വേണ്ടി, പിന്നെ ഒരു ഗ്ലാസ്, വിളക്കുത്തിരി, പുഷ്പം, ചന്ദനത്തിരി, കർപ്പൂരം, എണ്ണ, ചന്ദനം, കുങ്കുമം, വെറ്റില, പാക്ക്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മധുരമുള്ളത്. ഞങ്ങൾ കൊണ്ടുവന്നത് ലഡുവാണ്. അത് പ്രസാദമായിട്ട് കൊടുക്കാനാണ് കേട്ടോ. അച്ഛനമ്മമാര് ചലനമില്ലാതെ ദേവതയായിട്ട് സങ്കല്പിച്ചിട്ട് ഇരിക്കാം. നമ്മൾക്ക് ഇരുന്ന് നമ്മുടെ കുട്ടികള് ഈശ്വരനായി കണ്ടിട്ട് പൂജ ചെയ്യുകയാണ്. അത് അവരുടെ ധർമ്മമാണ്, അവരുടെ അവകാശമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിലൊന്നും ഇടപെടേണ്ട. ആ പൂജ സ്വീകരിച്ച് ഇരുന്നാൽ മാത്രം മതി. കാലില് അച്ഛനമ്മയുടെയും കാലിൽ തൊട്ട് കണ്ണിൽ വെക്കും. ഇനി ആ പാദം പതുക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുള്ള തട്ടത്തിലേക്ക് വെക്കുക. പാദപൂജ ചെയ്യാനായിട്ട് അമ്മയെ കൊണ്ടുവന്ന്, അമ്മ മാത്രമേ ഉള്ളൂ എങ്കിൽ അമ്മയുടെ പാദത്തിലേക്ക് പാദം എടുത്ത് വയ്ക്കാം. റൈറ്റ് സൈഡിൽ ഗുരുവിന്റെ പൂമാല എടുത്ത് അച്ഛനെയും അമ്മയെയും അണിയിക്കാം. തലയൊന്ന് കുളിച്ചു ആസ്വദിച്ചിട്ട് ഒരു പുഞ്ചിരി രൂപ അവരുടെ മുഖത്ത് നോക്കി. അഭിഷേകം ചെയ്യുന്നതിന് മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള ടവലെടുത്ത് പാദം തുറക്കി. അമ്മയുടെ പാദം തുറക്കി. ഈ തീർത്ഥം പതിക്കുന്ന സമയത്ത് അച്ഛനമ്മമാര് തന്റെ മനസ്സിൽ തന്റെ കുഞ്ഞുങ്ങള് തന്റെ പാദപൂജ ചെയ്യുന്നു. പക്ഷെ ഇതേ സമയം നമ്മൾക്ക് ഒരുപക്ഷെ അങ്ങനെ ചെയ്യാനുള്ള ഭാഗ്യം, അവസരം ലഭിച്ചു കാണില്ല. അതുകൊണ്ട് മനസ്സിൽ തന്നെ അച്ഛനമ്മമാരെ കണ്ടുകൊണ്ട് ആ പാദത്തിലേക്ക് അഭിഷേകം ചെയ്യുന്നതായിട്ട് ഭാവന ചെയ്തുകൊണ്ട് കൈ തൊഴുതു പിടിച്ചിട്ട് വേണം അച്ഛനമ്മമാരെ ഇരിക്കാനായിട്ട്. തീർത്ഥത്തിൽ കൈതൊട്ട് ശിരസിലൊന്ന് തെളിക്കും. ബാബയുടെ തലയിലോട്ട് കൊണ്ട് അമ്മയുടെ തിരുനെറ്റിയില് ചന്ദനവും കുങ്കുമവും ചേർത്ത് ഒരു പൊട്ട് കൊണ്ടുവച്ചു. ഒരെണ്ണം എടുത്ത്
മൂന്ന് തവണ ആദ്യം അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒഴിയുമ്പോ ഒരു മന്ത്രം ചൊല്ലിത്തരാം. ആ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം ചെയ്യാൻ. ഓം ശ്രീമാത്രേ നമഃ. ഓം ശ്രീമാത്രേ നമഃ. ഈ അച്ഛനെ ഈ ഉള്ളിൽ തീ കൊടുത്ത് ഓം ശ്രീമാത്രേ നമഃ. 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 ഓം ഗുരുഭ്യോ നമഃ. ഓം ഓം ശ്രീമാത്രേ നമഃ. 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 ഓം നമഃ. ഓം പിതൃഭ്യോ നമഃ. പിതൃഭ്യോ 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 നമഃ. ഓം പിതൃഭ്യോ നമഃ. ഓം ശിവശക്തിരൂപിണ്യേ നമഃ. ഓം ശിവശക്തിരൂപിണ്യേ ശിവസാപാദത്തിൽ പിടിച്ച് അത് മധുവെടുത്ത് കുറച്ച് എഴുന്നേറ്റ് നിന്ന് അച്ഛനമ്മയുടെ പാദത്തില് വായിലേക്ക് നിവേദിക്കുന്ന പോലെ അച്ഛനമ്മമാര് അവരുടെ കയ്യിൽ പിടിച്ച് അച്ഛനമ്മമാര് അച്ഛനമ്മമാര് എഴുന്നേറ്റ് നിൽക്കും. വലതുകരത്തി അവരുടെ ശിരത്തിൽ വെച്ച് അവരെ അനുഗ്രഹിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കണം. പ്രകൃതി ദേവി, എൻ മകൻ തൻ മതി കെട്ടുറങ്ങുന്ന നേരത്തും അവന്റെ എല്ലാ പ്രവൃത്തിയിലും എല്ലാ നടപ്പിലും എല്ലാ നോക്കിലും നീ തന്നെ കാത്തിരക്ഷിക്കുകയും എന്നിങ്ങനെ പ്രകൃതി ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്റെ സകല ശക്തിയും ചൈതന്യവും കുഞ്ഞിലേക്ക് പ്രവഹിക്കുന്നതായിട്ട് ഭാവിച്ചുകൊണ്ട് ആ ശിരസിലെ കരിമളമർത്തി അവരെ അനുഗ്രഹിക്കുന്നു. കുഞ്ഞ് നമസ്കരിച്ച്
വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ.